സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 120 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2659 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം കാലവർഷം എത്തിയതായി സ്ഥിരീകരിച്ചിരുന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ഒരു ചക്രവാത ചുഴിയും രൂപപ്പെട്ടു. പടിഞ്ഞാറൻ കാറ്റുകളുടെ സ്വാധീനത്താൽ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസവും ഈ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഉള്ളതിനാലാണ് നിയന്ത്രണം. ഒരാഴ്ചയായി തുടരുന്ന മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കണ്ണൂർ, അയ്യൻകുന്ന് മേഖലയിൽ ഇന്നലെ 2 മണിക്കൂറിൽ 80 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്താകെ 260 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 659 കുടുംബങ്ങളിലെ 7781 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ആലപ്പുഴയിൽ 50, കോട്ടയത്ത് 27, കൊല്ലത്ത് 20 ക്യാമ്പുകളാണ് തുറന്നത്. 967 വീടുകൾ ഭാഗികമായും 88 വീടുകൾ പൂർണ്ണമായും തകർന്നു. മഴക്കെടുതികളിൽ മാത്രം 30ഓളം പേർ മരിച്ചു എന്നാണ് ദുരന്ത നിവാരണ വകുപ്പിന്റെ കണക്ക്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.